സ്വിറ്റ്സർലൻഡിൻ്റെ ബാക്കി വിശേഷങ്ങൾ കണ്ടാലോ? ശരിക്കും ഇന്നത്തെ ദിവസമാണ് നമ്മുടെ ഈ ട്രിപ്പിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷനിൽ നമ്മൾ പോകുന്നത്. നമ്മുടെ ഈ യൂറോപ്പ് ട്രിപ്പിൻ്റെ മോസ്റ്റ് ഹൈലൈറ്റഡ് ഡെസ്റ്റിനേഷൻ എന്ന് തന്നെ നമുക്ക് പറയാം. ലാസ്റ്റ് 2 ഡേയ്സ് നല്ല ഹെവി സ്നോഫോൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ക്യാമ്പ് സൈറ്റിൻ്റെ ആ ഒരു ഭംഗി കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു. കാരണം ഫുള്ള് സ്നോ കവേർഡായിട്ട് നമുക്ക് ഈ ക്യാമ്പ് സൈറ്റിൻ്റെ ലൊക്കേഷനോ ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്നൊന്നും നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്നില്ലായിരുന്നു. നമ്മൾ ഈ ക്യാമ്പ് സൈറ്റ് ബുക്ക് ചെയ്തത് തന്നെ ഇതിൻ്റെ ഫോട്ടോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ്. പക്ഷേ ഇവിടെ വന്നപ്പം ഇത് ഫുള്ള് സ്നോ കവേർഡ് ആയതുകൊണ്ട് നമുക്ക് എക്സാക്റ്റ് ലൊക്കേഷൻ എന്താണെന്നോ ഇവിടെ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നോ ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ലായിരുന്നു. ഈ ക്യാമ്പ് സൈറ്റിന് ചുറ്റും മൗണ്ടെയ്ൻസ് ആണ്. ഈ മൗണ്ടെയ്ൻസ് ഫുള്ള് സ്നോ കവേർഡ് ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് ശരിക്കും മൗണ്ടെയ്ൻസും കാണാൻ പറ്റുന്നില്ലായിരുന്നു. നമുക്ക് ഫുള്ള് ആ ഒരു വൈറ്റിഷ് കളർ മാത്രമേ കാണാൻ പറ്റുന്നുള്ളായിരുന്നു. ഇന്നാണ് നമുക്ക് കുറച്ചെങ്കിലും വിസിബിലിറ്റി കിട്ടി തുടങ്ങിയത്. നമ്മൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇന്നത്തെ നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു സ്ഥലമാണ്. ശരിക്കും നമ്മുടെ ഈ യൂറോപ്പ് ട്രിപ്പിലെ തന്നെ നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡെസ്റ്റിനേഷനാണെന്ന് തന്നെ പറയാം. നമ്മുടെ ഒരു ഹൈലൈറ്റഡ് ബക്കറ്റ് ലിസ്റ്റ് കൂടിയാണ് ഈ ഒരു പ്ലേസ്. അത് മറ്റെങ്ങോട്ടും അല്ല, യൂറോപ്പിൻ്റെ ടോപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. യുംഫ്രോ എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാർക്കും അറിയാം ഈ സ്ഥലത്തെക്കുറിച്ചിട്ട്. അപ്പം നമ്മുടെ ഒരു ബക്കറ്റ് ലിസ്റ്റ് കൂടിയാണിത്. അതാണ് നമ്മളിന്ന് അച്ചീവ് ചെയ്യാൻ പോകുന്നത്. നമ്മളീ പോകുന്ന റൂട്ടൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. ലാസ്റ്റ് 2 ഡേയ്സായിട്ട് നല്ല സ്നോഫോളൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴാണ് നമുക്ക് ആ ഒരു വിസിബിലിറ്റി ഒക്കെ കണ്ടു തുടങ്ങിയത്. പ്രത്യേകിച്ച് ടോപ്പിലൂടെ പോകുന്നതുകൊണ്ട് ആ ഒരു സൺഷൈനും ഒക്കെ ചെറുതായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ലൊക്കേഷനിലോട്ട് നമുക്ക് ഡയറക്റ്റ് നമ്മുടെ വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു. ഇടയ്ക്ക് വെച്ചിട്ട് ഒരു ട്രെയിൻ സർവീസ് ഉണ്ടായിരുന്നു. ട്രെയിൻ എന്ന് വെച്ചാൽ നമ്മുടെ കാറൊക്കെ ഫെറിയിൽ കൊണ്ടുപോകുന്നത് പോലെ തന്നെ ഇവിടെ നമ്മുടെ വണ്ടി നമ്മൾ ട്രെയിനിൽ കയറ്റി കൊണ്ടുപോകാൻ പറ്റും. അങ്ങനത്തെ ഒരു ഫെസിലിറ്റി ഉണ്ടായിരുന്നു. നമ്മൾ ശരിക്കും ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യുന്നത്. നമ്മൾ ഈ സ്പോട്ടിൽ കുറച്ച് നേരത്തെ എത്തിയെങ്കിലും നമ്മളെ അവരവിടെ വെയിറ്റ് ചെയ്യിപ്പിച്ചു. കാരണം അവിടെ പോയിക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ സർവീസ് എന്ന് പറയുന്നത് നോർമൽ കാറുകളൊക്കെ കൊണ്ടുപോകുന്ന ട്രെയിനായിരുന്നു. നമ്മുടെ മോട്ടോർ ഹോമിന് കുറച്ച് ഹൈറ്റ് കൂടുതലായതുകൊണ്ട് അത് വേറെ ടൈപ്പ് ട്രെയിനിലാണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെയും അറൗണ്ട് ഒരു 2 hours നമുക്കവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു നമ്മുടെ ട്രെയിനിന് വേണ്ടിയിട്ട്. നമ്മൾ ഒരുപാട് ടൈം വെയിറ്റ് ചെയ്തു. ഇപ്പം നമ്മളടുത്ത് വണ്ടി മൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സിഗ്നലുണ്ട്, മനസ്സിലായോ? ഇതിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വണ്ടി ഡ്രൈവ് ചെയ്യേണ്ട, നമുക്ക് വെറുതെ ഇരുന്നാൽ മതി. കാരണം ട്രെയിനാണല്ലോ മൂവ് ആവുന്നത്. നമുക്ക് കുറച്ച് നേരം കാഴ്ചകളൊക്കെ കാണാൻ പറ്റുമായിരുന്നു. പിന്നെ ഫുള്ള് ഒരു തുരങ്കം പോലൊരു ഡാർക്ക് സ്പോട്ടിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ താമസിച്ച സ്പോട്ടിൽ നിന്നും ഈ ഒരു യുംഫ്രോയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു ആക്സസ് മാത്രമേ ഉള്ളൂ. നമുക്ക് വേറെ പ്രത്യേകിച്ച് റോഡ് ആക്സസ് ഒന്നുമില്ല. നമുക്കിങ്ങനെ ഈ ട്രെയിനിലിങ്ങനെ വണ്ടി കയറ്റി പോകാൻ പറ്റുന്ന ഒരു ആക്സസ് മാത്രമേ ഉള്ളൂ. ഇതൊരു അറൗണ്ട് 15 minutes ട്രാവലാണ് വരുന്നത്. ഇതിൽ കൂടുതൽ ടൈമും നമ്മൾ ഈ തുരങ്കത്തിൽ കൂടാണ് യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ തുരങ്കത്തിൽ കൂടി ട്രാവൽ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും കാണാനില്ല. പിന്നെ പുറത്തിറങ്ങുമ്പോഴാണ് നമുക്കൊരു ഇത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളൊക്കെ ഇടയ്ക്കൊക്കെ കാണാൻ പറ്റുന്നത്.
നമ്മുടെ ഈ ട്രെയിൻ സർവീസിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റിലും എൻഡിങ് പോയിൻറ്റിലും ഇവരുടെ ആൾക്കാർ നിൽപ്പുണ്ട് നമുക്ക് ഗൈഡ് ലൈൻസ് ഒക്കെ തരാൻ വേണ്ടിയിട്ട്. നമുക്ക് റൂട്ടിനെ കുറിച്ച് എന്തെങ്കിലും കൺഫ്യൂഷൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരത് നമുക്ക് പറഞ്ഞു തരും. പിന്നെ എല്ലാവർക്കും ഒന്നും ഇംഗ്ലീഷ് അറിയില്ല, അത് ചെറിയൊരു പ്രോബ്ലം ആണ് ഇവിടുത്തെ. നമ്മളീ പോകുന്ന റൂട്ടിലുള്ള റോഡിൻ്റെ 2 സൈഡിലും ഇഷ്ടംപോലെ വീടുകളും റെസ്റ്റോറൻറ്റ്സും ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ മേളിൽ ഫുള്ളി സ്നോ വീണ് കിടക്കുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. സെർമാറ്റിൽ നിന്ന് യുംഫ്രോയിലോട്ടുള്ള ഈ ഒരു ട്രാവൽ എന്ന് പറയുന്നത് നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് പോകാൻ പറ്റുന്ന ഒരു ട്രാവൽ തന്നെ. പിന്നെ നമ്മൾ വണ്ടി ഓടിക്കുന്നവർ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഈ സ്നോഫോൾ ഇങ്ങനെ പെയ്ത് കിടക്കുന്നതുകൊണ്ട് തന്നെയും റോഡൊക്കെ നല്ല സ്ലിപ്പറി ആയിരുന്നു. അതുകൊണ്ട് തന്നെ വണ്ടി സ്കിഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. പ്രത്യേകിച്ച് റോഡിന് വലിയ വീതിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെയും റോഡിൻ്റെ വിഡ്ത്ത് കുറവായതുകൊണ്ട് നമുക്ക് ഈ ഒരു സ്കിഡ് ആവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. നമ്മൾ നല്ല തിരക്ക് പിടിച്ചാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ കുറച്ച് ലേറ്റായി. നമ്മളവിടെ ട്രെയിൻ വെയിറ്റ് ചെയ്തതുകൊണ്ട് കുറച്ച് ടൈം നമുക്കവിടെ സ്പെൻഡായി. അതുകൊണ്ട് തന്നെ നമുക്ക് യുംഫ്രോയിലോട്ടുള്ള ലാസ്റ്റ് ട്രെയിൻ ആയിരിക്കും മിക്കവാറും കിട്ടുന്നത്. നമ്മളിപ്പോൾ ഗ്രിൻഡൽവാഡ് സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. യുംഫ്രോയിലോട്ട് ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ഓൾറെഡി ഓൺലൈൻ പേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ യുംഫ്രോയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ട്രെയിൻ വെയിറ്റ് ചെയ്ത് നിൽക്കുക. എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ലാസ്റ്റ് ട്രെയിനാണെന്ന് തോന്നുന്നു. ഇത് കഴിഞ്ഞിട്ട് ഇവിടെ വേറെ ട്രെയിനിൻ്റെ ടൈമൊന്നും കാണിക്കുന്നില്ല. ഇവിടെ ഒരുപാട് ആൾക്കാർ ക്യൂ നിൽപ്പുണ്ട്. പക്ഷെ ഞങ്ങൾ ഒഴിച്ച് ബാക്കി നിൽക്കുന്ന എല്ലാവരും ഐസ് സ്കേറ്റിങ്ങിന് വേണ്ടിയിട്ട് പോവുക. സ്കേറ്റിംഗ് പരിപാടി അങ്ങനത്തെ പല ആക്ടിവിറ്റീസിനൊക്കെ വേണ്ടിയിട്ട് പോവാണ്. നമ്മൾ മാത്രമേ ഉള്ളൂ പ്ലേസ് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ബാക്കി എല്ലാവരും ഐസ് സ്കേറ്റിംഗ് പോലുള്ള ആക്ടിവിറ്റീസിനൊക്കെ വേണ്ടിയിട്ട് പോവാം. നമ്മുടെ ട്രെയിൻ വരുന്നുണ്ട്. ട്രെയിൻ അങ്ങ് ദൂരെ നിന്ന് വരുന്നുണ്ട്. നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ട്. ആകെ ഇത്ര ആൾക്കാരാണ് ഇവിടെ നിന്ന് കയറാൻ നിൽക്കുന്നത്. നമ്മളൊഴിച്ച് ബാക്കി എല്ലാവരും സ്കേറ്റിംഗ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് വന്നേക്കുക. കിഡ്സൊക്കെ ഉണ്ട്, പിന്നെ ഡോഗുണ്ട് ഇവരൊക്കെ കയ്യിൽ. എല്ലാവരും നല്ല തിരക്ക് പിടിച്ചാണ് ട്രെയിനിൽ കയറുന്നത്. കാരണം ഇത് ലാസ്റ്റ് ട്രെയിനാണ് യുംഫ്രോയിലേക്കുള്ളത്. നമുക്ക് ശരിക്കും ഈ സ്റ്റേഷൻസിനെ കുറിച്ചൊന്നും വലിയ ധാരണയൊന്നുമില്ല. അപ്പം നമ്മളിവിടെ ട്രെയിനിലൊരു പുള്ളീനെ പരിചയപ്പെട്ടായിരുന്നു. അപ്പോൾ പുള്ളീൻ്റെ അടുത്ത് ചോദിച്ചിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കിയത്. നമ്മൾ ഏത് സ്റ്റേഷനിൽ ഇറങ്ങേണ്ടതെന്നും അങ്ങനെ പല കാര്യങ്ങളും. അവരൊക്കെ സ്ഥിരം ഇവിടെ വരുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ സ്പോട്ടിനെ കുറിച്ചൊക്കെ നല്ലൊരു നോളജൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പുള്ളി നമുക്കെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. ഈ യുൻഫ്രോ എന്ന് പറയുന്നത് അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സ്പോട്ടാണ്. പെർ ഹെഡിന് തന്നെ ഒരു 200 പൗണ്ട്സോളം ആവും ഇതിൻ്റെ കോസ്റ്റ്. അതായത് നമ്മുടെ നാട്ടിലെ അറൗണ്ട് ഒരു 20,000 റുപ്പീസ് ആവും. ഇത്രയ്ക്കൊക്കെ എക്സ്പെൻസീവ് ആണെങ്കിലും ഈ സ്പോട്ട് കാണാൻ ഒരുപാട് ആൾക്കാരാണുള്ളത്. പിന്നെ മേളിൽ കൂടെ ഒക്കെ കേബിൾ കാറൊക്കെ പോകുന്നുണ്ട്. നമ്മളിപ്പോൾ ട്രെയിനിലാണ് പോകുന്നത്. നമുക്ക് പാരലായിട്ട് കേബിൾ കാറിലും ആൾക്കാർ പോകുന്നുണ്ട്. നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ട്രെയിനിൽ പോകേണ്ടവർക്ക് ട്രെയിനിൽ പോകാം, കേബിൾ കാറിൽ പോകേണ്ടവർക്ക് കേബിൾ കാറിൽ പോകാം. പിന്നെ 2 മിക്സ്ഡ് ആയിട്ടുള്ള ജേർണിയും ഉണ്ട്. നമ്മളിപ്പോൾ ടോപ്പ് ഓഫ് യൂറോപ്പ് എന്നറിയപ്പെടുന്ന യുംഫ്രോയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ഏകദേശം ഒരു 1516 ഫീറ്റ് ഹൈറ്റിലാണുള്ളത്. ഇപ്പം ഹൈറ്റ് കൂടിക്കൊണ്ടിരിക്കുക. നമ്മൾ
ഇനിയിപ്പോൾ നമുക്കൊരു റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങണം, എന്നിട്ട് അവിടുന്ന് നെക്സ്റ്റ് ട്രെയിൻ എടുത്തിട്ട് വേണം നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനായ യുംഫ്രോയിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ വ്യൂ ആണ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡിലുള്ളത്. നമ്മളെടുത്തേക്കുന്ന ട്രെയിൻ ടിക്കറ്റ് ആയിരുന്നു. സോ നമ്മുടെ ഹോൾ ജേർണി ട്രെയിനിലാണ് ഉള്ളത്. നല്ല സൂപ്പർ ആൽപ്സ് മൗണ്ടെയ്ൻസിൻ്റെ ഇടയിലൂടെയാണ് നമ്മളിപ്പോൾ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഗ്ലെൻഷൈൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോപ്പിലാണ് ഇപ്പോൾ ഇറങ്ങിയേക്കുന്നത്. ഇനി നമുക്ക് ഇവിടുന്ന് വേറെ ട്രെയിൻ എടുത്തിട്ട് വേണം യുംഫ്രോയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. തന്നെ ഗ്ലെൻഷൈൻ എന്ന് പറയുന്നിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ. ഈ ട്രെയിനാണ് കേട്ടോ നമ്മളിപ്പോൾ വന്നത്. നല്ല അടിപൊളി കളർഫുള്ളായിട്ടുള്ള ട്രെയിനാണ്. ട്രെയിൻ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. പക്ഷെ അകം ഈ ട്രെയിനിൻ്റെ പുറം കണ്ടതിന് ഇത്ര ഭംഗി ഇതിൻ്റെ ഉള്ളിലില്ലായിരുന്നു. നമ്മൾ ഫോട്ടോസിലൊക്കെ കാണുന്ന ഈ ഒരു ട്രെയിനായിരുന്നു, പക്ഷേ ഇത് അകം ഭയങ്കര അടിപൊളിയൊന്നും അല്ലായിരുന്നു. ഇതാണ് ടോപ്പ് ഓഫ് യൂറോപ്പിലേക്ക് പോകുന്ന ട്രെയിൻ, അതായത് നമ്മുടെ യുംഫ്രോയിലേക്ക് പോകുന്ന ട്രെയിൻ. ഇവിടെ ആൾക്കാർ വിളിച്ച് പറയുന്നുണ്ട് ബോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ടോപ്പ് ഓഫ് യൂറോപ്പിൽ പോകുന്നതാണ് ബോഡി എന്ന് പറഞ്ഞിട്ട്. ഇപ്പം നമ്മൾ ടോപ്പ് ഓഫ് യൂറോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എക്സൈറ്റഡ് ആണോ ചോദിച്ചാൽ എക്സൈറ്റഡ് ഒക്കെയാണ്, പക്ഷേ അതിലുപരി എനിക്ക് കുറച്ച് കൺസേൺസ് ഉണ്ട്. അവിടുത്തെ ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -20 ഒക്കെ കാണിക്കുന്നത്. സോ എനിക്കറിയില്ല നമുക്ക് -20 ഒക്കെ എങ്ങനെ ആവുമെന്നൊന്നും ഒരു പിടുത്തമില്ല. നമ്മൾ അത്യാവശ്യം വാം വെയേഴ്സൊക്കെ തന്നെയാണ് ഇട്ടേക്കുന്നതുണ്ടെങ്കിലും അത് എത്രത്തോളം നമുക്ക് ഹെൽപ്ഫുള്ളാണെന്നുള്ളത് അറിയില്ല. നമ്മുടെ ചെവിയൊക്കെ നന്നായിട്ട് അടയുന്നുണ്ട്. ഇങ്ങനെ ടോപ്പിൽ പോകുന്നതിനനുസരിച്ച് നന്നായിട്ട് നമ്മുടെ ബോഡി അത് മനസ്സിലാവുന്നുണ്ട്. ഫുള്ള് മഞ്ഞ. ട്രെയിൻ അത്യാവശ്യം നല്ല സ്പീഡുണ്ട്. നമുക്ക് ഹൈറ്റിലോട്ട് പോകുന്നതോ നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ചെവിയൊക്കെ നന്നായിട്ട് അടയുന്നുണ്ട്. നമ്മുടെ ബോഡി അത് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. നമ്മളിങ്ങനെ സീ ലെവലിൽ നിന്ന് ഭയങ്കര ഹൈറ്റിലോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക എന്നുള്ളത്. നമ്മൾ നല്ല എക്സൈറ്റഡ് ആണ്. ഒരുപാട് കേട്ടിട്ടുള്ളൊരു സ്ഥലമാണ് ടോപ്പ് ഓഫ് യൂറോപ്പ്. യുംഫ്രോ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളൊരു സ്ഥലമാണ്. സോ ഇന്ന് നമുക്ക് നമ്മുടെ ആ ഒരു ബക്കറ്റ് ലിസ്റ്റ് ടിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇന്ന് നമ്മൾ ടിക്ക് ചെയ്തിരിക്കും. അവിടെയൊക്കെ വെച്ച് നമ്മുടെ ട്രെയിന് ചെറിയൊരു ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ ശരിയായി. ഇനി പൊയ്ക്കൊണ്ടിരിക്കുക യുംഫ്രോയിലോട്ട്. ഇനി ഒരു സ്റ്റേഷനും കൂടെ ഉണ്ട്. ആ സ്റ്റേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് ടോപ്പ് ഓഫ് യൂറോപ്പിലാണ്. ഇവിടെ ഇത് കാണിക്കുന്നുണ്ട്. ഇനി അടുത്ത സ്റ്റേഷൻ എയ്സ്മിയർ ആണ്. എയ്സ്മിയർ കഴിഞ്ഞിട്ടാണ് യുംഫ്രോ. എയ്സ്മിയർ തന്നെ 10,360 ഫീറ്റ് ഹൈറ്റാണ്. യുംഫ്രോ 11,333 ഹൈറ്റിലാണ്. അപ്പോൾ നമ്മൾ എയ്സ്മിയർ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇത് സീ ലെവലിൽ നിന്ന് എബോവ് 10,360 ഫീറ്റ് ഹൈറ്റാണുള്ളത്. ഇപ്പം നമ്മൾ എയ്സ്മിയർ സ്റ്റേഷൻ്റെ വ്യൂ പോയിൻറ്റിലാണ് ഇറങ്ങിയിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു 5 മിനിറ്റ് സ്റ്റോപ്പുണ്ട് ജസ്റ്റ് വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടിയിട്ട്. ഈ വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടിയിട്ട് ആൾക്കാരൊക്കെ ഇറങ്ങി ഓടുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാൻ പറ്റും. ഈ ഒരു വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഇറങ്ങി ഓടിയത്. ഇവിടെ 5 മിനിറ്റ് സ്റ്റോപ്പേ ഉള്ളൂ. അവിടെ നമുക്ക് ഒത്തിരി നേരം നിൽക്കാൻ പറ്റത്തില്ല. നമ്മളങ്ങനെ ടോപ്പ് ഓഫ് യൂറോപ്പിൽ നമ്മുടെ ട്രെയിൻ ലാൻഡ് ചെയ്തു.
നമ്മൾ യുംഫ്രോയിലാ. ഈ ഗ്ലാസ്സിൽ കൂടെയൊക്കെ പുറത്തോട്ട് നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഈ സ്നോയുടെ ആ ഒരു വൈറ്റിഷ് കളറും ആ സ്കൈയുടെ ബ്ലൂവും രണ്ടും കൂടി മിക്സായിട്ട് കാണാൻ തന്നെ നല്ല രസമുണ്ട്. ഇതിൻ്റെ ടോപ്പിലൊക്കെ കൊണ്ടുവന്ന് റെസ്റ്റോറൻ്റൊക്കെ ഇട്ടല്ലേ. അതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ എന്തോരം പാടുപെട്ടാണ്. നമ്മൾ ശരിക്കും ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഈ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് ശരിക്കും ഭയങ്കര വണ്ടറിങ്ങാണ്. ഇത്രയും വലിയൊരു ബിൽഡിംഗ്, ലൈക്ക് ഇതിൻ്റെ അകത്ത് റെസ്റ്റോറൻറ്റ്, വാഷ്റൂം, സെൽഫ് സർവീസ് ഏരിയ, അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇത് ഏകദേശം ഒരു 11,333 ഹൈറ്റോളം വരുന്നുണ്ട്. എബോ സീ ലെവലിൽ നിന്നും അത്രയും വരുന്നുണ്ട്. അപ്പം ഇത്രയും ഹൈറ്റിൽ ഇവർ ഈ ഒരു ബിൽഡിങ് പണിഞ്ഞത് ശരിക്കും ഭയങ്കര ഒരു വണ്ടറിങ്ങാണ്. ഇത്രയും എന്തായാലും കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവും. ഇതൊക്കെ ഭയങ്കര വണ്ടറിങ് ആയിട്ടുള്ള സംഭവമാണ്. ഈ കാണുന്നത് യുംഫ്രോ റെയിലിൻ്റെ ഫസ്റ്റ് പാസഞ്ചറാണ്. അതിൻ്റെ ഒരു ചെറിയൊരു ഡിസ്പ്ലേ ഇവിടെ വെച്ചിട്ടുണ്ട്. സ്നോഫോൾ ഉണ്ടെന്ന് തോന്നുന്നില്ലേ, ചെറുതായിട്ട് സ്നോഫോൾ തോന്നുന്നുണ്ട്. സ്നോഫോൾ വേണ്ട നമുക്ക് ആക്ച്വലി. ഫുള്ള് നോക്കിയാൽ അത് നല്ല രസമുണ്ടോ നോക്കി, അത് വരുന്നേക്ക് നോക്ക്. അതെ, ക്യാമറയിൽ അത്രയും ഭംഗി നമുക്ക് അറിയാൻ പറ്റുന്നില്ല, പക്ഷെ അതൊക്കെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഔട്ട്സൈഡ് വ്യൂ കാണാം. കമോൺ. ഈ കാണുന്നതാണ് നമ്മുടെ ടോപ്പ് ഓഫ് യൂറോപ്പ് യുംഫ്രോയുടെ വ്യൂ എന്ന് പറയുന്നത്. ശരിക്കും ഇപ്പോൾ ഭയങ്കരമായിട്ട് വിൻഡുണ്ട്, അതുകൊണ്ട് ഈ സ്നോ ഫുൾ അടിച്ച് കയറ്റുകയാണ് ചെയ്യുന്നത്. നമുക്കവിടെ നിൽക്കാൻ പറ്റത്തില്ല. നമ്മുടെ മുഖത്തും നമ്മുടെ ദേഹത്തോട്ടും ഒക്കെ ഇങ്ങനെ സ്നോ ഇങ്ങനെ കാറ്റടിച്ച് വിട്ടുകൊണ്ടിരിക്കുക. നമ്മുടെ കൈയൊക്കെ ഭയങ്കരമായിട്ട് ഫ്രീസ് ആവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ മുഖത്തും ഒക്കെ ഇതിങ്ങനെ അടിക്കുന്നതുകൊണ്ട് നമുക്ക് ശ്വാസം കിട്ടത്തില്ല. അങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഈ കാറ്റൊന്നും ഇല്ലായിരുന്നുണ്ടെങ്കിൽ നല്ലൊരു വ്യൂ ആയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാറ്റടിക്കുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് ആ ഒരു കംഫോർട്ടില്ല ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാനും. ഈ ഒരു വ്യൂ അതിൻ്റേതായ ഭംഗി കാണുന്നതുകൊണ്ട് അങ്ങോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ആണ്. ഫൈനലി നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. വൺ ഓഫ് ദ ബക്കറ്റ് ലിസ്റ്റ് ടിക്ക് ടു ടുഡേ. ഇവിടെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വിൻഡ് അടിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ഈ സ്നോയൊക്കെ നമ്മുടെ ഫേസിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്ന് അടിക്കുന്നുണ്ട്. നമുക്കതുകൊണ്ട് ഒരുപാട് ടൈം ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. നമുക്ക് ബ്രീത്തിങ് ഇഷ്യൂസൊക്കെ ഉണ്ടാവുന്നുണ്ട്. പിന്നെ നമ്മൾ സീ ലെവലിൽ നിന്ന് ഒരുപാട് ഹൈറ്റിലായതുകൊണ്ട് തന്നെയും നമുക്ക് ഡീഹൈഡ്രേഷൻ പ്രോബ്ലം ഒക്കെ ഉണ്ടാവും. നമ്മൾ എത്രയൊക്കെ സ്ട്രഗിൾ ചെയ്താലും ഇങ്ങനത്തെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വരുന്നത് ഒരു വർത്ത് വിസിറ്റ് തന്നെയാണ്. കൂടുതൽ ആൾക്കാരും യുംഫ്രോ വിസിറ്റ് ചെയ്യുന്നത് സമ്മർ ടൈമിലാണ്. വിൻ്റർ ടൈമിൽ ഇങ്ങനത്തെ കുറച്ച് വെതർ റിസ്കി ഫാക്ടേഴ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെയും സമ്മർ ടൈം ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഈ ഒരു സ്പോട്ടും ഇന്നത്തെ ഡേയും നമുക്ക് ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഇവിടെ നിന്ന് കാണുന്ന ഈ ഒരു വ്യൂ ശരിക്കും നമുക്ക് എത്ര പറഞ്ഞാലും മതി വരില്ല. അത് ഈ ക്യാമറയിലൊക്കെ നമുക്ക് എത്രത്തോളം ക്യാപ്ചർ ചെയ്യാൻ പറ്റുമോ അറിയില്ല. പക്ഷേ ഇത് നമ്മുടെ നേരിട്ട് കാണുമ്പോൾ ആ ഒരു ഭംഗി എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും നമുക്ക് ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യമാണ്. നമുക്കിവിടെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, കാരണം കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമ്മളിവിടെ കയറി വരുന്ന ടൈമിൽ കുറച്ച് ആൾക്കാരൊക്കെ കണ്ടായിരുന്നു, അവർക്ക് ബ്രീത്തിങ് ഇഷ്യൂസൊക്കെ ആയിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് റിസ്കി ആയിട്ടുള്ളൊരു സ്പോട്ടാണിത് ഈ വിൻ്റർ ടൈമിൽ വിസിറ്റ് ചെയ്യുമ്പോൾ. യുംഫ്രോയുടെ, അതായത് യൂറോപ്പിൻ്റെ ടോപ്പിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. നമ്മുടെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബായ്.